തിരൂർ ചമ്രവട്ടം റോഡിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാർ ടെക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിനിടയിൽ ഒരു മഴ പെയ്തപ്പോൾ നമ്മുടെ ഈ പള്ളിയിലേക്ക് കയറാൻ പറ്റാത്തൊരു അന്തരീക്ഷം വന്നപ്പോൾ ഇവിടുത്തെ പള്ളിയുടെ ബന്ധപ്പെട്ട ഉസ്താദും അതേപോലെ തന്നെ പള്ളി കമ്മിറ്റിയുടെ ആളുകളൊക്കെ കൂടി ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ നമ്മൾ അന്ന് എയും ഓവർസിയർ എക്സിയും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അപ്പുറത്തേക്ക് നമ്മൾ നിലവിലുള്ള റൈസിങ്ങും മറ്റേ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പുറത്താണെങ്കിൽ അവർ ഇൻ്റർലോക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ശരി, ഇതിനിടയിൽ നമുക്ക് ഈ വർക്ക് താൽക്കാലികമായിട്ട് ഈ പള്ളിയിലേക്ക് കയറാൻ പറ്റുന്ന വർഷക്കാലം വന്നു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് കയറാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞ ഇതിൻ്റെ ബന്ധപ്പെട്ട എയെയും എക്സിയെയും ഓവർസിയറേയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മലബാർ ടെക് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു മിക്സും കൂടെ വന്നെങ്കിൽ മാത്രമേ പള്ളിക്കകത്തേക്ക് കയറി പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്തുനിന്നും ഒരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് ഇതിന് അടിയന്തരമായ ഒരു മിക്സ് കൂടെ നൽകിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കണമെന്ന് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെടുകയാണ്. കാലവർഷം വന്നു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് കയറാൻ കഴിയാത്തൊരവസ്ഥയിലാണ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഈ വിഷയം ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പറൊക്കെ വിഷയത്തിൽ ഇടപെട്ടെന്ന് കാര്യങ്ങളും എ വി മനോജ്കുമാറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ശരി, ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്നും ഇതിന് സമനസ് കാണിച്ച കരാറുകാരായ മലബാർ ടെക്കിനെയും ബന്ധപ്പെട്ട ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ബാക്കി ആ പള്ളിയിലോട്ട് കയറാൻ പറ്റുന്ന ആ ഏരിയ കൂടെ ഒന്ന് കവർ ചെയ്യാൻ ഒരു സഹായിക്കണം. നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്ന സഹായം ഉണ്ടാകുന്നത് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു.